ലോകത്തെമ്പാടും പാപ്പരാസികളുണ്ട്. മലയാളത്തിലെ പാപ്പരാസികൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് മാധ്യമങ്ങളിലായി നൂറുകണക്കിന് പാപ്പരാസി പേജുകളുണ്ട്. സിനിമ, എന്റർടൈൻമെന്റ്, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, ന്യൂസ് അപ്ഡേറ്റ്സ് എന്ന പേരുകളിലൊക്കെയാണ് പ്രവർത്തനം. പ്രശസ്തരുടെ സ്വകാര്യതയിലേക്ക് ക്യാമറയുമായി കടന്നുകയറലാണ് പ്രവർത്തന രീതി. പൊതു സ്വഭാവം, യുക്തിയില്ലാത്ത ചോദ്യങ്ങൾ എന്നത് തന്നെയാണ്. മാന്യതയില്ലാത്ത ഇടപെടൽ ഉണ്ടാകുന്നു. വ്യംഗ്യത്തിൽ അശ്ലീലം പറയുന്നു. ശരീരത്തിലേക്കുള്ള ഒളിഞ്ഞുനോട്ട സ്വഭാവമുള്ള ദൃശ്യങ്ങൾ മൊബൈൽ, ഡിജിറ്റൽ ക്യാമറകളിലൊക്കെ പകർത്തുന്നു. ശേഷം വ്യംഗ്യാർത്ഥത്തിലുള്ള ക്യാപ്ഷനുകൾ സഹിതം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. സ്ത്രീകളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് അനുവാദമില്ലാത്ത ചിത്രങ്ങൾ പകർത്തി പ്രസിദ്ധീകരിക്കുന്നുമുണ്ട്. വസ്ത്രം അല്പം മാറുന്നത് കാത്തിരുന്ന് കിട്ടിയ നിമിഷത്തിൽ ക്ലിക്ക് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നു. അസുഖകരമായ ചോദ്യങ്ങളുമായി പിറകെ കൂടും. ഒഴിവാക്കിയാൽ അതും ചിത്രീകരിച്ച് പ്രസിദ്ധീകരിക്കും. കുട്ടികളുടെ ചിത്രങ്ങൾ അടക്കം പകർത്തി സോഷ്യൽ മീഡിയ അശ്ലീല കമന്റുകൾക്കായി എറിഞ്ഞുകൊടുക്കും. ഇല്ലാ കഥകൾ, ഗോസിപ്പുകൾ, ക്ലിക്ക് ബൈറ്റുകൾ, കേട്ടുകേൾവികൾ എന്നിവയൊക്കെ വാർത്ത എന്ന പേരിൽ പ്രചരിപ്പിക്കും. സെലിബ്രിറ്റികളുടെ ഡെയിലി ലൈഫ് ചിത്രങ്ങൾ സോഫ്റ്റ് പോൺ വെബ്സൈറ്റുകൾക്കായും ചിത്രീകരിക്കുന്നു എന്നാണ് ഉയരുന്ന ആരോപണം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലാണ് ഇത് കേരളത്തിൽ വ്യാപകമായിട്ടുള്ളത്. കോവിഡ് ലോക്ക്ഡൗൺ കാലത്തെ വ്ലോഗിംഗ് വിപ്ലവത്തിന് പിന്നാലെയാണ് പാപ്പരാസികൾ വ്യാപകമായത്. വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുടെ മോണിറ്റൈസേഷൻ വ്യാപകമായതിനു ശേഷം ഈ രംഗത്തേക്ക് കുത്തൊഴുക്കാണ് ഉണ്ടായത്. ഓൺലൈൻ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ഇത്തരം സംഘാംഗങ്ങളുടെ വലിയ ശൃംഖല തന്നെ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പകർത്തുന്ന ദൃശ്യങ്ങൾ പരസ്പരം കൈമാറും. പല പേരുകളിലുള്ള നിരവധി പേജുകളിൽ പോസ്റ്റ് ചെയ്യും. ഒരേ ആളുകൾ തന്നെ നിരവധി പേജുകൾ തുടങ്ങി ക്രോസ് പോസ്റ്റിംഗ് നടത്തി റീച്ച് കൂട്ടും. റീച്ച് ഉണ്ടാകുന്ന പേജുകളുടെ പേരുകളുമായി സാമ്യമുള്ള പ്രോക്സി പേജുകളും വ്യാപകമായി ഉണ്ട്. സിനിമാ പ്രൊമോഷൻ എന്ന പേരിലും ഇത് നടക്കുന്നുണ്ട്. സിനിമാ പ്രൊമോഷൻ ചടങ്ങുകളിലും സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന സ്വകാര്യ ചടങ്ങുകളിലും ക്ഷണിക്കാതെ തന്നെ പാപ്പരാസികളുടെ സംഘമെത്തും. സിനിമാ പ്രൊമോഷൻ ചെയ്യുന്ന പ്രൊഫഷണൽ പേജുകളുടെ പ്രതിനിധികൾക്കിടയിൽ കടന്നുകൂടും. സ്വന്തം ഐഡന്റിറ്റി മിക്കപ്പോഴും രഹസ്യമാക്കി വയ്ക്കും. അവതാരകരായോ ശബ്ദത്തിലൂടെ പോലുമോ ഇവർ പ്രത്യക്ഷപ്പെടില്ല. മാന്യമായി ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ അവരുടെ കൂടി പേര് ചീത്തയാക്കിക്കൊണ്ട് ഇപ്പോൾ ഓൺലൈനിൽ തന്നെ വളരെ കൃത്യമായി അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ മാധ്യമ പ്രവർത്തനമായി തന്നെ ഈ കാര്യങ്ങൾ, സിനിമ വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒട്ടേറെ പേരുണ്ട്. അവരുടെ പേര് കൂടി ചീത്തയാക്കുന്ന തരത്തിലാണ് ഈ അശ്ലീല പ്രവർത്തനം നടത്തുന്നത്. ചില സെലിബ്രിറ്റികൾ സ്വകാര്യ ലക്ഷ്യങ്ങൾക്കും പ്രൊമോഷനുമായി ഇവരെ ഉപയോഗിക്കുന്നുമുണ്ട്. വിരോധമുള്ളവരുടെ നേരെ ഒറ്റയ്ക്കും കൂട്ടായും മോശം പ്രചാരണം സംഘടിപ്പിക്കും. ഗോസിപ്പുകൾ പരത്തും. തൻ്റെ പിറകെ കൂടിയ പാപ്പരാസികളെ നടനും അഭിഭാഷകനുമായ സാബുമോൻ അബ്ദുസമദ് സ്വന്തം ഫോണിൽ പകർത്തി വീഡിയോ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തു. സ്വന്തം മുഖം കാണിക്കാൻ ഇവർക്ക് എന്താണ് മടി എന്നാണ് നടന്റെ ചോദ്യം. മുഖം മറച്ച് ഒഴിഞ്ഞ് ഓടി മാറുന്നവരുടെ മുഖം വെളിച്ചത്ത് കൊണ്ടുവരാനാണ് വീഡിയോ എടുത്തത് എന്ന് സാബുമോൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പ്രതികരണം കണ്ടതിന് ശേഷം ബാക്കി ഡേറ്റ നമുക്ക് പരിശോധിച്ചു വരാം. ആദ്യം സാബുമോൻ്റെ പ്രതികരണത്തിലേക്ക്. സമാധാനമായിട്ടൊരു സ്ഥലത്തേക്ക് പോകാം എന്നുള്ളൊരു ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായി പോകുന്ന ഇവർ കാരണം. ഒരു വേദിയിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴോ ഒക്കെ മനുഷ്യരാണ്. വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ ഇത് ഷൂട്ട് ചെയ്ത് ഒരു കണ്ടൻ്റാക്കി സംഭവിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് അവരത് മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്. അവർ അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അവർക്ക് തന്നെ എന്തോ തോന്നുന്നുണ്ട് അവർ ചെയ്യുന്ന ഒരു ക്രൈമാണെന്നുള്ളത്. കാര്യം അല്ലാതെ നമ്മൾ എന്തിനു മുഖം മറയ്ക്കണം? ഒരു ക്യാമറ തിരിയുമ്പോൾ നമ്മൾ മുഖം മറച്ച് ഓടിക്കളയേണ്ട കാര്യമില്ലല്ലോ. സാബുമോനെതിരെ നീലക്കുയിൽ എന്ന പേജ് രംഗത്തെത്തിയിട്ടുണ്ട്. നീലക്കുയിൽ എന്നൊരു പേജുണ്ട് എന്ന് മിക്കവാറും സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന എല്ലാവർക്കും അറിയാം. ഇത്തരം വീഡിയോകൾ ധാരാളമായി വരുന്ന ഒരു പേജാണ്. സാബുമോനെതിരെ ഓൺലൈൻ മീഡിയ പേജായ നീലക്കുയിൽ എൻ്റർടൈൻമെൻറ്റ്സ്. സാബുമോൻ പണ്ട് ഒളി ക്യാമറ വെച്ച് വീഡിയോ എടുത്തിരുന്ന ആളാണ് എന്നാണ് നീലക്കുയിൽ എന്ന പേജ് പറയുന്നത്. മുമ്പ് അവതരിപ്പിച്ചിരുന്ന തരികിട എന്ന ടെലിവിഷൻ വിനോദ പരിപാടി ഓർമ്മിപ്പിച്ചാണ് മറുപടി. സാബുമോൻ ശ്രദ്ധേയനാകുന്നത് തരികിട എന്ന ടെലിവിഷൻ ഷോയിലൂടെ തന്നെയാണ്. ആളുകളെ പ്രാങ്ക് ചെയ്യുന്നതായിരുന്നു തരികിട ഷോയുടെ സ്വഭാവം. തമാശ രൂപത്തിലുള്ള പ്രാങ്കുകളായിരുന്നു തരികിടയുടെ ഉള്ളടക്കം എന്നതുമാണ് യാഥാർത്ഥ്യം.